നമസ്കാരം. ഇന്ന് ഞാൻ ബാച്ചലർ റൂമിലാണ് താമസിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന കാര്യമാണ്. ചോറ് അതുണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള വിശേഷങ്ങളാണ് വരുന്നത്. വേണ്ട ഐറ്റംസ്: സവോള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത്. ബാക്കി ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വഴിക്ക് പോകാം. ഞാനിവിടെ വെക്കുന്നത് ഇൻഡക്ഷൻ കുക്കറിലാണ്. അപ്പോൾ അതിൽ പാൻ വെച്ചിട്ടുണ്ട്, ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ വൃത്തിയായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് മൂന്നും ഞാൻ ഇതിനുള്ളിലേക്കാണ് തട്ടി. ഇതിങ്ങനെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എൻ്റേതായ ഒരു സ്റ്റൈലിലാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു വെച്ചിട്ടുള്ള പല ഇതിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഞാനിപ്പോൾ സവോള ഇടാണ്. സവോള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യമാണ്. ഇപ്പോൾ അതിൻ്റെ പച്ചപ്പൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. ഞാനപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തക്കാളി അത് ഞാൻ അതിൻ്റെ കൂടെ ഞങ്ങൾ മിക്സ് ചെയ്യും. എന്നിട്ട് നല്ലോണം അങ്ങ് വഴറ്റാം. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാനിതിപ്പോൾ മൂടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സവോള, തക്കാളിയും കാര്യങ്ങളെല്ലാം ഏകദേശം വഴറ്റി വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആ മൂന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 3 പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കുറച്ച് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം അങ്ങനെ അധികം ചേർത്തിട്ടില്ല. നമ്മൾ ചിക്കൻ കഴുകി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ഇതിൽ തന്നെ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് ഇറങ്ങും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവുന്ന വരെ ഒന്ന് മൂടി വെച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടെ വെന്ത് കിട്ടി കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാണ്. ചിക്കൻ കറിയല്ല, ചിക്കൻ റോസ്റ്റ് മതി, ചിക്കൻ പെരള എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഞാൻ അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എടുത്ത് കഴിച്ചാൽ മാത്രം മതി. എങ്ങനെയുണ്ട്? നമ്മുടെ ചോറും ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. ഓക്കെ, ബൈ.